നല്ലവനായ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന സ്വർഗീയ സംഗീതം എന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആരൊക്കെ കർത്താവിൽ ആനന്ദിക്കുന്നു, ആരൊക്കെ തങ്ങളുടെ നാവ് ഉപയോഗിച്ച് ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു, അവരിലേക്കൊക്കെ വലിയ സ്വർഗീയ കൃപകൾ നൽകുന്നു എന്നതാണ് ദൈവവചനം നൽകുന്ന വാഗ്ദാനം, ഉറപ്പ്. അപ്പം അങ്ങനെയെങ്കിൽ ദൈവവചനം നമ്മോട് പറയുന്ന പോലെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ നാവുകൾ, നമുക്ക് യേശു നൽകിയ നാവ്, നമുക്ക് യേശു നൽകിയ ആരോഗ്യം, നമുക്ക് യേശു നൽകിയ സമയം കർത്താവിനെ സ്തുതിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഇതാണല്ലോ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിക്കുക. അപ്പം അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് പാടി സ്തുതിക്കാം, ആരാധിക്കാം. എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, എൻ്റെ ഈശോ നല്ലവനാണ്, എന്നെ അനുഗ്രഹിക്കുന്നവനാണ്. എന്നെ മാത്രമല്ല, നമ്മെ മാത്രമല്ല, ഈ ലോകത്ത് മുഴുവൻ താങ്ങി നിർത്തുകയും അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ആരൊക്കെ തന്നോട് വിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നോ അവരൊക്കെ കണ്ണുനീരൊപ്പുന്ന നല്ലവനായ ദൈവമാണ് എൻ്റെ ദൈവം. ഇന്ന് ദൈവവചനത്തിന് പ്രകാരം കാണുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 29 മുതൽ വാക്യങ്ങൾ. വചനം പറയാണ്, യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലി കടലിന്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു. ശ്രദ്ധിക്കണേ, വചനം പിന്നീട് പറയാണ്, തത്സമയം മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവന്റെ കാൽക്കൽ കിടത്തി. വചനം പറയാ, വലിയ ജനക്കൂട്ടങ്ങൾ തങ്ങളുടെ ദേശത്തുള്ള സകല വിധത്തിലെ രോഗമുള്ളവര്, വ്യാധിയുള്ളവര് അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഈശോയുടെ കാൽക്കൽ കിടത്തി. ഇനി എന്നിട്ടോ വചനം പറയാണ്, അവൻ അവരെ സുഖപ്പെടുത്തി. ഏത് രോഗമുള്ള വ്യക്തിയായിക്കോട്ടെ, ഏത് തകർച്ചയുള്ള വ്യക്തിയായിക്കോട്ടെ, ഏത് തരം പ്രശ്നമുള്ള വ്യക്തിയായിക്കോട്ടെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ കർത്താവായ യേശുവിലുണ്ട്, നമ്മുടെ നല്ലവനായ ദൈവത്തിലുണ്ട്. കർത്താവിൽ പരിഹാരമുണ്ടെന്ന് മാത്രമല്ല, ആ പരിഹാരം നൽകി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ അവന് മനസ്സുണ്ട്. അതല്ലേ ഒരു കുഷ്ഠരോഗി വന്നിട്ട് ഈശോയോട് പറയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധി ഉണ്ടാവും. ഈശോ സന്തോഷത്തോടെ പറയാം, എനിക്ക് മനസ്സുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ട വലിയൊരു സ്വർഗീയ രഹസ്യമാ നമ്മെ സുഖപ്പെടുത്താൻ, നമ്മെ ആശ്വസിപ്പിക്കാൻ, നമ്മുടെ കണ്ണുനീരൊപ്പാൻ, നമ്മെ കരം പിടിച്ചുയർത്താൻ നമ്മുടെ കർത്താവിന് മനസ്സുണ്ട്. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. നമ്മൾ ആരും നശിച്ചു പോകാനോ നമ്മൾ ആരും വിഷാദത്തിൽ കഴിയാനോ അല്ല ദൈവം ആഗ്രഹിക്കുന്ന, മറിച്ച് നമ്മെ കരം പിടിച്ച് സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നല്ലവനായ ദൈവം, സ്നേഹമുള്ള ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം. ഇനിയോ ബാക്കി വചനം പറയാണ്, ഊമർ സംസാരിക്കുന്നതും വികലാംഗ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവ് ഇവരെയൊക്കെ സുഖപ്പെടുത്തി. അതുവരെ സംസാരിക്കാൻ പറ്റാതിരുന്നവന്റെ വാ തുറന്നു സംസാരിക്കാൻ തുടങ്ങി. അതുവരെ പ്രകാശമില്ലാണ്ട് അന്ധകാലത്ത് കഴിഞ്ഞവന്റെ കണ്ണ് തുറക്കപ്പെട്ടു, അവന് കാണാൻ പറ്റി. ഒക്കെ ഇങ്ങനെ ആളുകളുടെ വ്യാധികളും ആളുകളുടെ രോഗങ്ങളൊക്കെ മാറ്റി അവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ കണ്ടിട്ട് ജനം മുഴുവൻ ഇസ്രായേലിന്റെ ദൈവത്തെ, സർവശക്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമുക്കും ഏറ്റുപറയാം, എൻ്റെ ജീവിതത്തിന് നല്ലവനാണ് എൻ്റെ ഈശോ. എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നവനാണ് എൻ്റെ ഈശോ. എൻ്റെ വ്യാധികളെ, എൻ്റെ രോഗങ്ങളെയും സുഖപ്പെടുത്തുന്ന എൻ്റെ ഈശോ. ഗാനത്തോട് ചേർന്ന്, ഗാനത്തിൻ്റെ വരികോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. എന്നെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവം, എന്നോട് കരുണ കാണിക്കുന്ന എൻ്റെ കർത്താവ്. ഗാനത്തിന്റെ വരികോട് ചേർന്ന് സന്തോഷത്തോടെ, ആനന്ദത്തോടെ നമ്മുടെ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കാം. യേശു വല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. വല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്.
സ്തുതിച്ചിടുക നാം അവന്റെ ചേർന്ന് നാമം. പാടി. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം സ്വയേ അവന്റെ നാമം. ദൈവമേ പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എല്ലാവരും പാടി സ്തുതിച്ചേ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും സ്വയേ എന്റെ ദൈവമേ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും എല്ലാവരും ചേർന്ന് യേശു നല്ലവൻ, യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. സ്വയേ യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ സ്വയേ നാമം. എന്റെ ദൈവമേ. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം വചനം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നോക്കിക്കേ, കർത്താവാണ് വിളിക്കണേ. കർത്താവ് പറയുവാണ്, ഒരു പക്ഷേ പാപത്തിൽ വീണുപോയോ, ദൈവത്തിന് അകന്നുപോയോ, ഈ നല്ലവനായ ദൈവത്തെ അറിയാണ്ടാണോ ജീവിക്കുന്നേ? അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ വീണുപോയോ? കർത്താവ് പറയാ, കുഴപ്പമില്ല മോനെ, കുഴപ്പമില്ല മോളെ, നീ വാ, നമുക്ക് രമ്യതപ്പെടാം, നമുക്ക് രമ്യതപ്പെടാം. നീ വീണ്ടും വചനം പറയാണ്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. എന്താ പറയുന്നത്? ദൈവം പറയണേ. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നുണ്ടാവും, എനിക്കിന്ന് രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയില്ല. പല പ്രാവശ്യം ഞാൻ പരിശ്രമിച്ചു, പക്ഷേ എൻ്റെ ഈ ദുശീലങ്ങൾ, എൻ്റെ തർക്കദോഷങ്ങൾ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് പോയി. ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട്, ഞാൻ ജനിച്ച കുടുംബം ഇങ്ങനെ ആയതുകൊണ്ട്, എൻ്റെ വീട് ഇങ്ങനെ ആയതുകൊണ്ട്, എൻ്റെ ബന്ധങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ആയിപ്പോയി, ഞാനിങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ സങ്കടപ്പെടുന്നുണ്ടോ? അങ്ങനെ കർത്താവ് പറയുക, നിന്നെ മാറ്റാൻ, നിന്നെ വെളുപ്പിച്ചെടുക്കാൻ, നിന്നെ കുളിപ്പിച്ചെടുക്കാൻ, നിന്നെ ശുദ്ധനാക്കി ശുദ്ധിയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം വിളിക്കുന്ന വാ, നമുക്ക് രമ്യതപ്പെടാം, വാ, നമുക്ക് രമ്യതപ്പെടാം. ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിയണമെന്നും അത് അനുഭവിച്ച് ഐശ്വര്യത്തിലേക്ക് വളരണമെന്നും നിന്റെ ദൈവം ആഗ്രഹിക്കുന്നു. എന്നിട്ടോ വചനം വീണ്ടും പറയാണ്, അവ മഞ്ഞുപോലെ വെണ്മയുള്ളതാകും. നിന്റെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതാകും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ദൈവവചനത്തോട് ചേർത്ത് വെച്ച് വീണ്ടും എസെക്കിയേൽ പ്രവാചകൻ പറയാണ്, 36-ാം അധ്യായം 25-ാം വാക്യം, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളും വിശുദ്ധീകരിക്കപ്പെടും, എല്ലാ വിഗ്രഹങ്ങളും നിങ്ങൾ വിടുതൽ പ്രാപിക്കും. നോക്കിക്കേ, നമ്മെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന, നഷ്ടപ്പെട്ടു പോയ കൃപകളൊക്കെ വീണ്ടും നൽകി നമ്മെ കരങ്ങളിലെടുക്കാനും നെഞ്ചോട് ചാക്കാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. ഗാനത്തിന്റെ വരികോട് ചേർന്ന് നല്ലവനായ ദൈവത്തെ സ്തുതിച്ച് നമ്മൾ പാടുമ്പോൾ ഇത് ഗാനത്തിന്റെ വരി പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ, അവൻ എങ്കിലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. വീണ്ടും വചനം പറയാം, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ അവൻ കയറ്റി. നമ്മെ ഏത് വീണുപോയ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും പൊക്കിയെടുത്ത് വിശുദ്ധീകരിച്ച് മാറോടണയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നല്ലവനാണ്, അവൻ പരിശുദ്ധനാണ്, അവൻ നമ്മെ അനുഗ്രഹിക്കുന്നവനും രക്ഷിക്കുന്നവനും. ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് യഹോവയ്ക്കായി കാത്തല്ലോ,
അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ. അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ. അവനെങ്കലേക്കു ചാഞ്ഞു എല്ലാവരും ചേർന്ന് ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ. അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ വിശുദ്ധീകരിക്കുന്ന ദൈവം കയറ്റി. നാശകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും ആനന്ദത്തോടെ പാടി. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും. യേശു നല്ലവൻ, യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നും ഈശോയേ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നെ വിശുദ്ധീകരിക്കുന്ന കർത്താവേ. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. തളർന്നുപോയ അപ്പസ്തോലന്മാരുടെ അടുത്ത് കർത്താവ് പറയുവാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈശോ വാഗ്ദാനം ചെയ്യാണ്, സഹായകനായ പരിശുദ്ധാത്മാവ് വരും. ആ സഹായകനായ പരിശുദ്ധാത്മാവ് അല്ലെ ത്രിത്വത്തിൽ ഒരുവനായ ദൈവം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഉറച്ച പാറമേ നിൽക്കുന്നവരെന്ന പോലെ ശക്തരായിട്ട് മാറും. നിങ്ങൾ ദൈവത്തിന്റെ വഴികളിലേക്ക് കടന്നു വരും. നിങ്ങൾ പിന്നെ വീണു പോകില്ല. അതാണ് കർത്താവിന്റെ വാഗ്ദാനം. ഇത് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം വചനം പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതുവരെ ശക്തിയില്ലാത്തവരാ, അതുവരെ വീണു പോയവരാ, അതുവരെ കർത്താവിനോട് നിൽക്കാൻ പറ്റാത്തവരാ. പക്ഷെ അവരോട് പറയണേ, നിങ്ങൾ ശക്തരാകും. ഇനിയോ വചനം പറയാണ്, ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിന്റെ വചനം നൽകുന്ന വാഗ്ദാനം എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശക്തരായിട്ട് മാറും. ഉറച്ച പാറമേൽ എന്ന പോലെ നിൽക്കുന്നവരായിട്ട് മാറും. നമ്മുടെ വഴികളെ കർത്താവ് ശരിയാക്കും. കർത്താവ് നമ്മെ പഠിപ്പിക്കും. കർത്താവ് നമ്മെ നന്മയുടെ വഴിയിലേക്ക് നയിക്കും. വീണ്ടും വചനം പറയുകയാണ്, റോമക്കത്തപ്പെട്ട ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം, നമ്മുടെ ബലഹീനതകളിൽ പരിശുദ്ധാത്മാവ് ആത്മാവ് നമ്മെ സഹായിക്കും. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ട എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എന്താ വചനം പറയുക? വചനം പറയുന്നതാണ്, പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത വ്യക്തികളെ പോലും പ്രാർത്ഥിക്കാനും ദൈവത്തിന് വഴി നടക്കാനും ദൈവത്തിന് ഹിതം നിറവേറ്റാനും അങ്ങനെ അനുഗ്രഹത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് ഉയരാനും കർത്താവ് സഹായിക്കും. ഗാനത്തിന്റെ വരികോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുവാണ്, അവൻ എൻ്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സുഖമാക്കി. നമ്മെ സ്നേഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ വഴികളെപ്പോലും സുസ്ഥിരമാക്കുന്ന, നമ്മുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന സ്നേഹമുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി
നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് ചെന്ന് പാടിക്കേ, സ്തുതിച്ചേ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് ഈശോയെ എന്റെ ദൈവമേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എല്ലാവരും ചെന്ന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശു നല്ലവൻ, യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും ഈശോയെ എന്റെ ദൈവമേ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വചനം പറയാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഓക്കെ, ഈശോ ആണ് പറയുന്നത്. നമ്മൾ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് പറയുന്നത്, ഈശോയെ കൂടാണ്ട്, കർത്താവിനെ കൂടാണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിലോ നമ്മൾ പച്ചയായിട്ട് നിൽക്കും, നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഇനി ഈ വലിയ ദൈവിക രഹസ്യം മനസ്സിലാക്കിയ പൗലോസ് ശ്ലീഹ പറയാണ് ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്കും പ്രഖ്യാപിക്കാം, കാനത്തിന്റെ വരികോട് ചേർന്ന് എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവിന് കൂടാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയും. എന്നെ കർത്താവ് ശക്തിപ്പെടുത്തുമ്പോഴോ എൻ്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. ഗാനത്തിന്റെ വരികൾ നമ്മൾ ചേർന്ന് പാടി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്ക് ഒരു നന്മയില്ല. നീ ഒഴികെ എനിക്കൊരു നന്മയില്ല എന്ന് മാത്രമല്ല, നീ കൂടെ ഉണ്ടെങ്കിൽ, നിന്നോട് ചേർന്നിട്ട് എനിക്ക് പറ്റുവാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ട്. ഗാനത്തോട് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കട്ടെ. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. പാടിക്കേ. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീയൊഴികെ എനിക്കൊരു നന്മ. വിശ്വാസത്തോടെ പാടി. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ആനന്ദത്തോടെ ചെന്ന് പാടി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും
ആവർത്തിച്ച് പാടിക്കേ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ ആവർത്തിച്ച് യേശു നല്ലവൻ. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക ആനന്ദത്തോടെ പാടി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. പാടിക്കേ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എൻ്റെ ഈശോ എനിക്ക് നല്ലവനാണ്, എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിക്കുന്നവനാണ്, എൻ്റെ ഈശോ എനിക്ക് വഴി നടത്തുന്നവനാണ്. എൻ്റെ ഈശോ എൻ്റെ കൂടെ അല്ലെങ്കിൽ എനിക്കൊരു നന്മയില്ല. ഇതാണ് ഈ ഗാനത്തിൻ്റെ വരികൾ നമ്മെ പഠിപ്പിച്ചത്. വീണ്ടും ഗാനത്തിൻ്റെ വരികൾ നമ്മോട് പറയുമായിരുന്നു. ചേർന്ന് നമ്മൾ പാടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയും സാക്ഷ്യമായിട്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ പാപത്തിൽ വീണുപോയാലും, ഞാൻ കുഴഞ്ഞ ചേറ്റിലേക്ക് അകപ്പെട്ടു പോയാലും എന്നെ അവിടെ നിന്നൊക്കെ പൊക്കിയെടുത്ത് എന്നെ വിശുദ്ധീകരിച്ച് മാറോട് ചേർക്കുന്ന ഒരു സ്നേഹമുള്ള, നന്മയുള്ള, കരുണയുള്ള ഒരു ദൈവമാണ് എൻ്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, ഗാനത്തിൻ്റെ വരികൾ നമ്മൾ ഒന്നുകൂടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കട്ടെ, നമ്മുടെ വിശ്വാസത്തെ ഉറക്കട്ടെ. നല്ലവനായ കർത്താവിൻ്റെ കൂടെ, ആ നല്ലവനായ കർത്താവിന് വിട്ടാന്ന് ഞാൻ വേറെ ഒരു വഴിയിലേക്കും പോകില്ല. ആ കർത്താവിനെ വേദനിപ്പിച്ച് ഞാൻ പാപത്തിലേക്ക് പോകില്ല. ഈ ഒരു ദൃഢപ്രതിജ്ഞയോടെ ഒപ്പം തന്നെ നല്ലവനായ കർത്താവിൻ്റെ കൂടെയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഏതെങ്കിലുമൊക്കെ അബദ്ധത്തിൽ വീണുപോയാലും, ചിലപ്പോൾ ചില ബലഹീന സാഹചര്യത്തിൽ ചില പാപത്തിൽ വീണുപോയാലും അവിടുന്ന് തന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന, വീണ്ടും വിശുദ്ധീകരിച്ച് മാറോട് അണയ്ക്കുന്ന, സ്നേഹത്താൻ നടക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഇത് വിശ്വസിച്ചുകൊണ്ട് ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന് ഒന്നോടെ ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ഗാനത്തിൻ്റെ വരികള് ഞാൻ യഹോവയ്ക്കാൽ കാത്തുകാത്തല്ലോ, അവൻ എൻകലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവൻ എങ്കലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവൻ എങ്കലേക്ക് നാശകരമാം കുഴിയിൽ നിന്നും, നാശകരമാ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമാ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും എൻ്റെ കാൽകളെ എന്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ പുതിയൊരു പാട്ട് എനിക്ക് തന്നു, പുതിയൊരു പാട്ടെനിക്കു തന്നു. എൻ കർത്താവിന് സ്തുതി ഈശോയേ. പുതിയൊരു പാട്ടെനിക്കു തന്നു. എൻ കർത്താവിന് സ്തുതി എൻ്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. വിശുദ്ധൻ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ ഹല്ലേലൂയ. തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും ഈശോയേ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും
ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ഈ ഗാനത്തോട് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ഗാനത്തോട് ചെന്ന് നാം പ്രഖ്യാപിച്ച ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ. ഈശോ നല്ലവനാ, ഈശോ എന്നെ പരിപാലിക്കുന്നവനാ, ഈശോ എൻ്റെ കൂടെയുള്ളവനാ. ഏതു തകർച്ചയും എന്നെ കരം പിടിച്ചുയർത്തുന്ന, എന്നെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമാണ് എൻ്റെ ദൈവം. ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.